ഒന്ന് ദൈവനാമം മഹത്വപ്പെടുത്തിയാട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കേൾക്കാമല്ലോ അല്ലേ? ഇന്ന് പകൽക്കാലം നമ്മളെ ദൈവം കരുതി നമ്മളെ അപകടങ്ങളും അനർത്ഥങ്ങളെല്ലാം വിടുവിച്ചു. ആമേൻ. പ്രകൃതി കോപങ്ങളെന്നെല്ലാം നമ്മളെ വിടുവിച്ച ആ ദൈവ സ്നേഹത്തെ ഓർത്ത് നമുക്ക് വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള വാക്യം അതിപ്രകാരം പറയുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, നിൻ്റെ ജീവനുള്ള വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വചനം അപ്രകാരം തന്നെ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ഗ്രഹിക്കുവാൻ, ഞങ്ങളത് ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് ഒരു വിടുതൽ അനുഭവിക്കുവാൻ, കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുവാൻ ഞങ്ങളെ അവിടെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവേ. ആമീൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. നമ്മൾ പ്രയാസപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോൾ മനുഷ്യരായ നമ്മൾ അങ്ങനെയൊക്കെ അവരോട് പറയും, നിങ്ങൾ പ്രയാസപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, സാരമില്ല, പോകട്ടെ എന്നൊക്കെ നമ്മൾ പറയും. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കറിയില്ല. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ അതിൻ്റെ പരിഹാരമാണ് കർത്താവ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. അതാണ് അതിൻ്റെ പരിഹാരം. അല്ലാതെ പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരില്ല, ദുഃഖങ്ങൾ ഭാരങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? അവരൊക്കെയും ഹല്ലേലൂയ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സാരമില്ല എന്നുള്ളതല്ല ഹല്ലേലൂയ അതിൻ്റെ പരിഹാരം. എല്ലാറ്റിലും എന്ത് പ്രശ്നമായാലും അത് പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ നന്ദിയോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹല്ലേലൂയ. അവിടെ ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസും ഇതുപോലെ ഇതിനോട് യോജിച്ചതായ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ അത്. 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഏതാണ്ട് ഇതിനോട് സമമായ ഒരു വാക്യമാണത്. അവൻ നിങ്ങൾക്കായി, കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ എല്ലാ ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് യൂണിവേഴ്സലി നോക്കുവാണെങ്കിൽ, ഇൻ്റർനാഷണലി നോക്കുവാണെങ്കിൽ എല്ലാവരും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ, ഒരു സ്ട്രഗിളിലൂടെ അല്ലെങ്കിൽ ഒരു ഭയത്തിലൂടെ കടന്നു പോവുക, ദുഃഖത്തിലൂടെ ഒക്കെ കടന്നു പോവുക. ഹല്ലേലൂയ. കാരണം ലോകത്തിൽ എന്തുമാത്രം ആക്സിഡൻ്റാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ക്രൈംസ് വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുക. ഒരു വീട്ടിൽ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റുകയില്ല. ഇപ്പോൾ നാട്ടിൽ നമ്മൾ കേട്ടല്ലോ, കുറുവാ സംഘം എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ നമ്മൾ വന്ന് കൊന്നിട്ട് പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ നമ്മൾ അധ്വാനിച്ച്, നമ്മുടെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കി ഓരോ കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ട് പോവുകയും നമ്മൾ തടുത്താൽ നമ്മളെ കൊന്നിട്ടും പോകുന്നു. ഒരു സമാധാനവുമില്ല. ഹല്ലേലൂയ. യുദ്ധങ്ങൾ, എവിടെയെല്ലാം ആ യുദ്ധങ്ങൾ. ഹല്ലേലൂയ. രാജ്യത്തോട് തന്നെ പോരാടുക, രാജ്യത്തിലുള്ളവർ പരസ്പരം പോരടിക്കുക. ഇപ്പോൾ നമ്മൾ സിറിയയെ കണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു സമാധാനവുമില്ല. എപ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത്? അതുപോലെ പ്രകൃതി കോപങ്ങൾ, മനുഷ്യരുണ്ടാക്കുന്നതായ പ്രകൃതി കോപങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ചൈനയിൽ കണ്ടില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയൊരു അണക്കെട്ട് അവരുണ്ടാക്കിയത് കൊണ്ട്
ഭൂമിയുടെ കറക്കത്തിന് തന്നെ വ്യത്യാസം വരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹാലേലുയ. ഇത് എത്ര നാളിങ്ങനെ സംഭവിക്കും? ഇപ്പോൾ തൽക്കാലം കുറച്ച് നാളിങ്ങനെ പോകും. ഹാലേലുയ. ഇത് കറക്കത്തിന് ഒരു നിമിഷം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അത് പൊട്ടിത്തെറിക്കുവാനിടയായിത്തീരും. ഹാലേലുയ. ഇതൊക്കെ അറിയാവുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും പ്രകൃതിയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. നമ്മളൊക്കെയും ഹാലേലുയ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെയും എടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയോ ആഴങ്ങളിലേക്ക്, അല്ലെങ്കിൽ കനി എത്രയോ ആഴങ്ങളിലേക്ക് 5-6 കിലോമീറ്റർ 7-8 കിലോമീറ്റർ താഴത്തേക്ക് ഭൂമി കുഴിച്ചെടുത്തിട്ട് ആ കനമുള്ള മാർബിളും ഗ്രാനൈറ്റും എല്ലാം അവിടുന്ന് മുറിച്ചെടുക്കുന്നു. എന്നിട്ട് അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അത് ഉയരത്തിലുള്ള കെട്ടിടങ്ങൾ പണിയുന്നു. ഹാലേലുയ. ഈ ഭൂമിയുടെ ഇംബാലൻസ് എങ്ങനെയാണ് നിലനിൽക്കുകയില്ല. ഒരു സ്ഥലത്ത് കുഴിഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലത്ത് പൊങ്ങിയിരിക്കുന്നു. ദൈവം ഇതിനൊരു ഇംബാലൻസ് വെച്ചിട്ടുണ്ട്. ആ ഇംബാലൻസിനെ നമ്മൾ തകർക്കുക. ഹാലേലുയ. ഹാലേലുയ. എന്നാൽ ഈ അമേരിക്കയിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മലയായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ അതുപോലെ തന്നെ കിടക്കാനേ അവർ സമ്മതിക്കുകയുള്ളൂ. അത് കുഴിച്ചെടുത്ത് അവിടെ വീട് പണിയാൻ അവർ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ രാജ്യം കുറച്ചും കൂടി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആവശ്യമായ മഴയും നല്ല കാലാവസ്ഥയും എല്ലാം കിട്ടുന്നത്. അതുകൊണ്ടാണ്. ഹാലേലുയ. മഞ്ഞും മഴയും കിട്ടുന്ന ദേശമായത്. എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ നോക്ക്. ഹാലേലുയ. താഴ്ന്നു കിടക്കുന്ന സ്ഥലം വീണ്ടും കുഴിക്കുക, ഉയർന്നു കിടക്കുന്ന സ്ഥലത്ത് വീണ്ടും വലിയ വൻ ബിൽഡിങ്ങുകൾ കെട്ടുക, അങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുക. ഹാലേലുയ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കേണ്ടതായ പുഴകൾ, റിവറുകൾ, ശുദ്ധമായ വെള്ളം ലഭിക്കേണ്ടതായ പുഴകൾ, അതെല്ലാം അശുദ്ധമാക്കുക. റോഡിലെല്ലാം തുപ്പുക, വെറ്റില ചവച്ച് തുപ്പുക, അങ്ങനെ പ്രകൃതിയെ ദ്രോഹിക്കുക. ഹാലേലുയ. അടുത്ത തലമുറയെ നമ്മൾ ഓർക്കണ്ടേ? ഹാലേലുയ. എന്നിട്ട് നാം വിലപിക്കുക. അങ്ങനെ നാം ഓരോ കാര്യത്തിലും നാം ഇങ്ങനെ വിലപിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം വറി ചെയ്തുകൊണ്ടിരിക്കുക, നാം ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുക. ഹാലേലുയ. ഇതുപോലൊരു സന്ദർഭത്തിലാണ് ഫിലിപ്പീൻസിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹാലേലുയ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ കാക്കുമെന്ന്. ഹാലേലുയ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ കാക്കും. ഹാലേലുയ. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഉത്കണ്ഠയിൽ നിന്ന് നമുക്ക് എങ്ങനെ പിന്മാറുവാൻ, ഈ ഭയത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് പിന്മാറുവാൻ കഴിയും? ആ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആങ്സൈറ്റിയിൽ നിന്ന് നമുക്ക് പിന്മാറുവാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, നാളെ എന്തായിരിക്കും സംഭവിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് നോക്കി ഓർത്ത് നമ്മൾ ഭയത്തിലായിരിക്കും. ഹാലേലുയ. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം ഇതൊന്നും വരാതെ വണ്ണം നമ്മളെ കാക്കുവാനിടയായിത്തീരും. ആങ്സൈറ്റി, അതാ ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അൺസർട്ടനിറ്റി തരിക, ഒരു ഉറപ്പില്ലായ്മ. അതുപോലെ ഭയം, നമ്മുടെ ഫ്യൂച്ചറിനെ ഓർത്തുള്ള ഭയം നമ്മളിലേക്ക് കൊണ്ടുവരിക. അത് വന്നിട്ട് നമ്മുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹാലേലുയ. അൺസർട്ടനിറ്റി, ഫിയർ ഓഫ് ദ ഫ്യൂച്ചർ, ആൻഡ് ദാറ്റ് ഗീവ്സ് ദ ലാക്സ് ഓഫ് കൺട്രോൾ. നമ്മുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. ഈ തരത്തിലുള്ള ഒരു വ്യക്തി അവനെങ്ങനെ സമാധാനം ഉണ്ടാകുവാനിടയായിത്തീരും? ഹാലേലുയ. അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുന്ന ഒരു കള്ളനാണ്. ഹാലേലുയ. നമുക്കറിയാമല്ലോ, അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ എന്തായിരുന്നു തൻ്റെ അവസ്ഥ? അദ്ദേഹം പ്രസന്നനായിരുന്നു, ജയിലിലായിരുന്നു, റോമൻ കാരാഗ്രഹത്തിലായിരുന്നു. ഹാലേലുയ. എന്നിട്ടും അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എഴുതുക, ഹാലേലുയ, നിങ്ങൾ കർത്താവായ യേശുവിൽ, ഹാലേലുയ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത് എന്ന്. ഹാലേലുയ. തൻ്റെ അവസ്ഥ അതിനേക്കാൾ വലിയ ദുരന്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. റോമൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. AD 51 പൗലോസ് തൻ്റെ സെക്കൻഡ് മിഷണറി യാത്രയിൽ, അത് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 16-ാം അധ്യായത്തിൽ അതിൻ്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊക്കെയും അത് എഴുതിയിട്ടുണ്ട്. ഹാലേലുയ. തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം ത്രോവാസിലെത്തിയപ്പോൾ അവിടെ നിന്ന് ഒരു മാസിഡോണിയക്കാരൻ തന്നെ വിളിക്കുന്നു. അങ്ങനെ മാസിഡോണിയയിലേക്ക് കടന്നുപോയി അവിടെ ഫിലിപ്പിയിൽ അനേക ചർച്ചുകൾ രൂപീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷം ഹാലേലുയ
അദ്ദേഹം ഇത് AD 61 അല്ലെങ്കിൽ 63 കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഈ 61-63 കാലഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും റോമ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ആ സമയത്താണ് ഈ ലേഖനം എഴുതിയത്. ഹല്ലേലൂയ. AD 64 അന്നത്തെ ചക്രവർത്തി നീറോ ആയിരുന്നു. നീറോ ആ ദേശത്തൊരു വലിയ പകർച്ചവ്യാധി വന്നു. ഈ പകർച്ചവ്യാധി തടയുവാൻ ഒരു മാർഗവുമില്ലായിട്ട് ഇദ്ദേഹം എന്തു ചെയ്തു? ഇദ്ദേഹം തൻ്റെ പടയാളികളോട് പറഞ്ഞു, ആ പ്രദേശത്തെല്ലാം അങ്ങ് തീയിട്ടോളാൻ. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരും മൃഗങ്ങളും അവരുടെ കെട്ടിടങ്ങളും എല്ലാം ആ തീയിൽ കത്തി എരിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ആ ബാക്ടീരിയ അവിടെ നിന്ന് നശിച്ചു പോകാനിടയായി എന്നുള്ളത് ഒരു സത്യമാണ്. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് ഈ തീയിട്ടത് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പേർക്ക് ആ കുറ്റം ചാർത്തുവാനിടയായി തീർന്നു. ചക്രവർത്തി പറഞ്ഞതല്ലേ, അതിന് മാറ്റമില്ലല്ലോ. അങ്ങനെ അന്ന് മുതൽ വലിയ പീഡനം ക്രിസ്ത്യാനികൾക്കുണ്ടാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ സമയങ്ങളിലാണ് ക്രിസ്ത്യൻ നേതാക്കന്മാരായ പത്രോസും പൗലോസും എല്ലാം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത്. പത്രോസിനെ തലകീഴായി കൊല്ലുവാനിടയായി തീർന്നു. പൗലോസിനെ റോമൻ പൗരനായതുകൊണ്ട് ക്രൂശിക്കാൻ പറ്റുകയില്ല. പൗലോസിനെ അവർ തല വെട്ടിക്കൊല്ലുവാൻ ഇടയായി തീർന്നു. അത് AD 68 കാലഘട്ടത്തിൽ പൗലോസിനെ കൊല്ലുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഈ പൗലോസ് കാരാഗ്രഹത്തിൽ തൻ്റെ വിധിയും കാത്ത് കഴിഞ്ഞിരുന്ന ആ സമയത്താണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയത്. നിങ്ങൾ കർത്താവായ യേശുവിൽ ഹല്ലേലൂയ നിങ്ങളുടെ വിചാരങ്ങളൊക്കെയും അവനിൽ വെച്ചുകൊണ്ട് ഹല്ലേലൂയ എല്ലാറ്റിലും പ്രാർത്ഥനയോടും യാചനയോടും അപേക്ഷിക്കാത്രേ വേണ്ടത് എന്ന്, സ്തോത്രത്തോടുകൂടെ കർത്താവിനോട് അപേക്ഷിക്കാത്രേ വേണ്ടത് എന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനൊരു പരിഹാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അന്നത്തെ പോലെ തന്നെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഇന്നുമുണ്ട്. ചക്രവർത്തിമാരാലുള്ള ഉപദ്രവങ്ങൾ, രാജ്യങ്ങൾ മുഖാന്തരമുള്ള ഉപദ്രവങ്ങൾ, സുവിശേഷ വേലയോടുള്ള ഭയങ്കരമായ ഉപദ്രവങ്ങൾ, ഇതൊക്കെയും ഇപ്പോഴുമുണ്ട്. ഹല്ലേലൂയ. ഈ സമയത്ത് നാം ചെയ്യേണ്ടത്, നാം ചിന്താകുലരായി ഇരിക്കാതെ, ഉത്കണ്ഠാകുലരായി ഇരിക്കാതെ, ഹല്ലേലൂയ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത് എന്ന്. ഹല്ലേലൂയ. ലൂക്കോസ് 10:38-42 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയിൽ എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു. നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ മാർത്ത പലതിനെ ചൊല്ലിയും ഹല്ലേലൂയ അവൾ വിഷമിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മാർത്ത വാസ് ആങ്ഷ്യസ് ആൻഡ് ട്രബിൾഡ് എബൌട്ട് മെനി തിങ്സ്. ഹല്ലേലൂയ. എന്നാൽ മേരിയുണ്ട്, അതേ ഉത്തരവാദിത്തം മേരിക്കും ഉണ്ട്. ആ വീട്ടിൽ കർത്താവ് യേശുവും തൻ്റെ ശിഷ്യന്മാരും ആ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അവരെ ശുശ്രൂഷിക്കേണ്ടതായ ഒരു കടമ, ഒരു ചുമതല, ഉത്തരവാദിത്തം മാർത്തയെ പോലെ തന്നെ മേരിക്കുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മേരി എന്താണ് ചെയ്തത്? മാർത്ത ശുശ്രൂഷയിൽ വളരെ ട്രബിളിൽ, പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുക. എന്നാൽ മേരി ചെയ്തത്, അവൾ യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ഹല്ലേലൂയ അവൾ യേശുവിൻ്റെ ആ സമാധാനം എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. യേശു അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ
യേശുവിൻ്റെ സമാധാനം അവൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. മാർത്തയ്ക്കും അതേ ഉത്തരവാദിത്തം, മറിയയ്ക്കും അതേ ഉത്തരവാദിത്തം. പക്ഷേ മാർത്ത, ഹല്ലേലൂയ, അവൾ ആ ശുശ്രൂഷയിൽ കുഴങ്ങി അതിൽ കലങ്ങുവാൻ ഇടയായി തീർന്നു. അവൾ വളരെ ആങ്സൈറ്റിയായി. എന്നാൽ മറിയ ചെയ്ത നല്ല അംശമെന്ന് കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഇഫ് യു ഫീൽ ട്രബിൾ ലൈക്ക് മാർത്ത, നാം എന്ത് ചെയ്യണം? ഉടനെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ പോയി ഇരുന്നോളണം. കർത്താവിൻ്റെ പാദപീഠത്തിൽ പോയി ഇരിക്കുമ്പോൾ അവൻ നമ്മളോട് സംസാരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. ഹല്ലേലൂയ. ഈ ആങ്സൈറ്റി എപ്പോഴും ഉണ്ടാകും. ആങ്സൈറ്റി എപ്പോഴും മനുഷ്യരിൽ വന്നുകൊണ്ടേയിരിക്കും. നാളത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെയും കാരണം വന്നുകൊണ്ടിരിക്കും. നമ്മൾ, ഹല്ലേലൂയ, അപ്പോൾ ഓരോ പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നാം ദൈവത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്യാതെ ഈ ട്രബിളിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലംസിനെക്കുറിച്ച് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഈ സമാധാനം അനുഭവിക്കുവാൻ കഴിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാതെ കർത്താവിൻ്റെ സമാധാനത്തിൽ നാം ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് അവിടെ നിന്ന് വിട്ടുപോകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ദൈവത്തെ ബോധിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും നാം ദൈവത്തെ അറിയിക്കണം. നമ്മളൊന്നും മറച്ചു വയ്ക്കാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ പ്രോബ്ലംസും നാം ദൈവത്തെ അറിയിക്കുന്നവരായിത്തീരണം. ലൂക്കോസ് 18:1-8 വരെയുള്ള വാക്യത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയുടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു തന്ന ഒരു ഉപമയ. ഹല്ലേലൂയ. ഇവിടെ ന്യായാധിപൻ്റെ സമീപത്തേക്ക് ഈ വിധവയായ സ്ത്രീ ചെന്ന് തൻ്റെ കാര്യം നടത്തി തരണമേ എന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ഈ വിധവയായ സ്ത്രീ ഓരോ ദിവസവും ഡെയിലി എപ്പോഴും അവൻ്റെ അടുക്കൽ പോകുമായിരുന്നു. എൻ്റെ കാര്യം എന്തായി, എൻ്റെ കാര്യം നടത്തി എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ലീസ്റ്റ് ബൈ ഹെർ കണ്ടിന്യൂവൽ കമ്മിങ്. അവൾ കണ്ടിന്യൂസ്ലി കമ്മിങ്. ഹല്ലേലൂയ. അവളെപ്പോഴും ന്യായാധിപൻ്റെ അടുക്കൽ പോയിട്ട് തൻ്റെ കാര്യം നടത്തി തരണമേ എന്ന് അവൾ അപേക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഈ ന്യായാധിപൻ സഹികെട്ടിട്ടാണെങ്കിലും അവളുടെ കാര്യം നടത്തിക്കൊടുക്കുവാൻ ഈയിടെയായി തീർന്നു. അപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നാം എപ്പോഴും പറയുന്നവരായിത്തീരണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലിച്ചില്ല, കിട്ടിയില്ല എന്ന് കരുതി നാം പ്രാർത്ഥന ഉപേക്ഷിക്കാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ഒരു കഥയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഹല്ലേലൂയ. നാം ദൈവത്തോട് നന്ദി പറയുമ്പോൾ നാം നമ്മുടെ ആ ദുഃഖങ്ങളിൽ നിന്ന്, ആ പ്രയാസങ്ങളിൽ നിന്ന്, ആ ആങ്സൈറ്റിയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ പിൻവലിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ ശ്രദ്ധ ദൈവത്തോടുള്ള നന്ദിയിലായി തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കോസിൻ്റെ 17:11-19 വരെയുള്ള വാക്യത്തിൽ
അവിടെ ഒരു 10 കുഷ്ഠരോഗികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 10 കുഷ്ഠരോഗികളെയും ദൈവം സൗഖ്യമാക്കി. അതിലൊരുവൻ മാത്രം തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ കുഷ്ഠരോഗം മാറി. ബാക്കിയുള്ള 9 പേരുടെയും കുഷ്ഠരോഗം മാറി. അവർക്ക് വീണ്ടും കുഷ്ഠരോഗം തിരിച്ചു വന്നൊന്നുമില്ല. ഈ ഒരുവൻ തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞപ്പോൾ അവൻ എന്താണ് പ്രയോജനം കിട്ടിയത്? മറ്റുള്ളവർക്കും കുഷ്ഠരോഗം മാറിയില്ലേ? അങ്ങനെയല്ല അതിൻ്റെ. ഹല്ലേലൂയ. ഇവൻ വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞപ്പോൾ അവനെ ദൈവം റീസ്റ്റോർ ചെയ്യുവാനിടയായി തീർന്നു. അവിടെ ഒരു റീസ്റ്റോറേഷൻ നടക്കുവാനിടയായി തീർന്നു. ഈ 10 പേരും തള്ളപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് തള്ളപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര മാരകമായി കുഷ്ഠരോഗം വരുവാൻ ഇടയായി തീർന്നത്. എന്നാൽ ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തപ്പോൾ ആ 10 പേർക്ക് സൗഖ്യമുണ്ടായി. എന്നാൽ ഒരുവൻ മാത്രം തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞപ്പോൾ അവനെ ദൈവം വീണ്ടും ചേർക്കുവാനിടയായി തീർന്നു. അവന് സൗഖ്യമായി എന്നുള്ളത് മാത്രമല്ല, അവനെ വീണ്ടും റീസ്റ്റോർ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തോടുള്ള നന്ദി, ഹല്ലേലൂയ, അങ്ങ് ആഴങ്ങളിൽ നിന്ന് വരുന്നു എങ്കിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നാം പലപ്പോഴായി ജോർജ് മുള്ളറിൻ്റെ കഥകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ജോർജ് മുള്ളർ, ഹല്ലേലൂയ, ഒരിക്കൽ തൻ്റെ അനാഥാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് വിശന്നപ്പോൾ അദ്ദേഹം കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ, അനാഥ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നി. പക്ഷെ അദ്ദേഹം ദൈവത്തോട് കുറ്റം പറഞ്ഞില്ല. ദൈവമേ, എന്തിനാണ് ദൈവമേ, ഹല്ലേലൂയ, അവിടുന്ന് എന്തെങ്കിലും ഒരു മാർഗം തരണമേ എന്നൊന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ, ഈ കുഞ്ഞുങ്ങളെ നീ എനിക്ക് സൂക്ഷിക്കുവാനായി, എനിക്ക് വളർത്തുവാനായി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ കുഞ്ഞുങ്ങൾ കരയുന്ന കണ്ടിട്ട് നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. അദ്ദേഹം കുറേ സമയം തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ അനാഥാലയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ശബ്ദം കേട്ടു. പോയി നോക്കിയപ്പോൾ അവിടെ ബ്രെഡ് കൊണ്ടുപോയ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതിന് കേടായി. അത് മുൻപിലേക്ക് എടുക്കാൻ നിവൃത്തിയില്ല. അതവിടെ നിന്നു. അതിലെ ജോലിക്കാർ അതിൻ്റെ ഉടമയോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ടായി. അപ്പോൾ ഉടമ പറഞ്ഞു, നിങ്ങൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിടത്ത് ജോർജ് മുള്ളർ എന്ന ഒരു ഭക്തൻ്റെ അനാഥാലയം കാണും, നിങ്ങൾ ആ ബ്രെഡെല്ലാം അവിടെ കൊടുത്തേക്കുക. അങ്ങനെ ജോർജ് മുള്ളറിന് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് ആവശ്യമായ, ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബ്രെഡ് അവരവിടെ കൊടുത്ത് ജോർജ് മുള്ളറിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങളുടെ വാഹനം ഇവിടെ വന്നപ്പോൾ കേടായി, മുമ്പിലേക്ക് എടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ യജമാനോട് ചോദിച്ചപ്പോൾ യജമാനൻ പറഞ്ഞു, അങ്ങയുടെ ഈ അനാഥാലയത്തിലേക്ക് കൊടുത്തേക്കുവാൻ സന്തോഷത്തോടെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. ജോർജ് മുള്ളർ അത് വാങ്ങി, അത് സ്വീകരിച്ച് അവരോട് നന്ദിയും പറഞ്ഞു. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ, ഹല്ലേലൂയ, ഒരു പാൽ കൊണ്ടുവന്ന ഒരു വാഹനം അത് ജോർജ് മുള്ളറിൻ്റെ പടിക്കൽ വന്ന് നിർത്തി. എന്നിട്ട് അതിൻ്റെ ഉടമ അതിൻ്റെ ജോലിക്കാർ വന്ന് ജോർജ് മുള്ളറിനോട് ചോദിച്ചു, ഞങ്ങൾ ഇതിനടുത്തുള്ള ഒരു 2-3 കടകളിൽ കൊടുക്കുവാൻ കൊണ്ടുവന്ന പാലാ, പക്ഷെ അവരുടെ ആരോ ബന്ധുക്കൾ മരിച്ചത് കാരണം അവർ ആ കട അടച്ചിട്ടിരിക്കുക, 2-3 ദിവസം കഴിഞ്ഞ് തുറക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഈ പാല് ഇനി 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇത് കൊടുക്കുമ്പോൾ ഇത് ചീത്തയായി പോവും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ഉടമയോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഉടമ ഞങ്ങളോട് പറഞ്ഞു, അവിടെ ജോർജ് മുള്ളറിൻ്റെ ഒരു അനാഥാലയം കാണും, നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഈ പാലും ഈ ജോർജ് മുള്ളറിൻ്റെ ഈ അനാഥാലയത്തിലേക്ക് അവർ കൊണ്ടു കൊടുക്കുവാനിടയായി തീർന്നു. ജോർജ് മുള്ളർ എന്തുവാ ചെയ്തത്? തൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ താൻ ആൻസൈറ്റിയിലാകാതെ, ഉത്കണ്ഠയാകാതെ, താൻ വറിയാകാതെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് ആവശ്യമായ പ്രൊവിഷൻസ്, ആ അനാഥാലയത്തിലേക്ക് ആവശ്യമായ പ്രൊവിഷൻസ് അവിടെ ദൈവം കൊണ്ടെത്തിക്കുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും, ഹല്ലേലൂയ, നാം ദൈവത്തോട് നന്ദി പറയുമ്പോൾ അത് നമുക്ക് ലഭിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇതിനകത്ത് 7-ാമത്തെ വാക്യത്തിൽ ഒരു പ്രോമിസ് ദൈവം തന്നിരിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും.
എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പീസ് ഓഫ് ഗോഡ് ഗാർഡ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കാക്കുമെന്ന്, ഗാർഡ് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. മൊർദെഖായി ഒരു കാവൽക്കാരനായിരുന്നു. മൊർദെഖായി കാവൽ നിൽക്കുമ്പോൾ രാജാവിനെതിരെ പല അന്യായങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. ആ അന്യായങ്ങളൊക്കെയും മൊർദെഖായി മനസ്സിലാക്കി രാജാവിനെ തക്ക സമയത്ത് അത് അറിയിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ, ഒരു ഗേറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ആ സ്ഥാപനത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അതിൻ്റെ ഗാർഡാണ് ഞാൻ. ആ സ്ഥാപനത്തിലേക്ക് ഒരുപാട് പേര് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ ജോലി ചെയ്യുന്നവർ തന്നെ ഒരുപാട് 10,000-2000 ചില്ലുവാനും സ്റ്റാഫുണ്ട്. കൂടാതെ അവിടെ കിടക്കുന്ന പേഷ്യൻസ് 500-600 പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസിനെ കാണുവാൻ വരുന്ന അവരുടെ ബന്ധുക്കൾ. ഹല്ലേലൂയ. കൂടാതെ അവിടെ ജോലി അന്വേഷിച്ച് വരുന്നവരുടെ ഒരു കൂട്ടം, ഊബർ ലിഫ്റ്റ് ഡ്രൈവേഴ്സ്മാരുടെ ഒരു കൂട്ടം, ഇങ്ങനെ ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇവർ വരുമ്പോൾ ഇവരുടെ വാഹനത്തിൽ ഇരിക്കുന്ന ആരൊക്കെ, ഏതൊക്കെ ടൈപ്പുള്ളവരെന്ന് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കടമയാണ്. അകത്തേക്കിട്ട് പോകുന്നവരും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവരും. അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവർ അവിടെയുള്ള ഏതെങ്കിലും ഒരു റെസിഡൻറ്റിനെ വിളിച്ചുകൊണ്ട് അവരുടെ കാർ കയറ്റി കൊണ്ടുപോകുന്നെങ്കിൽ അത് വലിയ കുറ്റമാണ്. ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഓഫീസിലുള്ള മെയിനായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട 3-4 പേരുണ്ട് അതിനകത്ത്. ഹല്ലേലൂയ. അവരോട് വിരോധമുള്ളവർ പലരും പുറത്തുള്ളവരുണ്ട്. ഹല്ലേലൂയ. അവരെ ഭീഷണിപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് പലരും പലപ്പോഴും അതിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ എന്തെങ്കിലും ആംസ് ഉണ്ടാവും. അങ്ങനെ ഒരു ആംസ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നാം അത് വളരെ ഷോർട്ട് മെസ്സേജിലൂടെ, വയർലെസ്സിലൂടെ വിളിച്ചു പറയും. ഹല്ലേലൂയ. അത് ഏതാണ്ട് ഒരു 8-10 മൈൽ ദൂരെയുള്ള ഇതേ സെയിം ചാനലുള്ള എല്ലാവർക്കും കേൾക്കുവാൻ കഴിയും. അപ്പോൾ ഈ മെസ്സേജ് പറയുന്നതനുസരിച്ച്, പോകുന്നതനുസരിച്ച് അതിന് ഉത്തരവാദിത്തപ്പെട്ട ക്യാമ്പസ് കോർഡിനേറ്റേഴ്സ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ആ കോംപ്ലക്സിലുള്ള ക്യാമ്പസ് കോർഡിനേറ്റേഴ്സ്, അതുപോലെ സെക്യൂരിറ്റി ഗാർഡുകൾ, അതുപോലെ ഇൻവെസ്റ്റിഗേറ്റേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെയും പാഞ്ഞു വരും, ഗേറ്റിലേക്ക് പാഞ്ഞു വരും പ്രശ്നങ്ങൾ അറിയുവാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷനിലേക്ക് അവർ പോകുവാനിടയായിത്തീരും. അതുപോലെ പോലീസുകാർ വരും, പലപ്പോഴും പോലീസുകാരെ കയറ്റിവിടാറില്ല. എന്നാൽ ചില സന്ദർഭത്തിൽ പോലീസുകാർ അവർ ചില അത്യാവശ്യം നേരിട്ട് കാണണമെന്ന് പറയുമ്പോൾ അവരുടെ വണ്ടി കയറ്റി വിടാറുണ്ട്. അങ്ങനെ കയറ്റി വിട്ട് കഴിയുമ്പോൾ ഞാനിവിടുന്ന് ഒരു ഷോർട്ട് മെസ്സേജ് കൊടുക്കും. ദ ഡെൻഡൻ PD ഈസ് ഇൻസൈഡ് ഇൻ ദ ക്യാമ്പസ് എന്ന് നോട്ടീസ് കൊടുക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സും ക്യാമ്പസ് കോർഡിനേറ്റേഴ്സും സെക്യൂരിറ്റി ഗാർഡും എല്ലാം അവരുടെ പുറകെ പോയി അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുവാൻ ഇടയായിത്തീരും. അങ്ങനെ നാം ഇതെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഇതിനകത്ത് ആംസ് കൊണ്ട് വരുന്നവരുണ്ടാവും. ഈ ആംസ് കൊണ്ട് വരുന്നവരെ നാം എന്ത് ചെയ്യുന്നത്, അവർ വരുമ്പോൾ നാം അത് ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്യുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3-4 പേര് അതിനകത്ത് മിക്കവാറും ഉണ്ടാവും. ഈ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻ അവരുടെ ചെവിയിൽ എത്തുകയില്ല. കാരണം അവർക്ക് ഉള്ള റേഡിയോയിൽ ഈ ഒരു ചാനൽ ഉണ്ടാവുകയില്ല, അവർക്കത് കേൾക്കാൻ പറ്റുകയില്ല. മറ്റ് ഈ ചാനൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവർക്കൊക്കെയും ഇത് കേൾക്കുവാൻ നോക്കും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ആക്ച്വലി ആ പ്രധാനപ്പെട്ട വ്യക്തികളെ തകർക്കുവാനുള്ള ഏതെങ്കിലും വ്യക്തികളായിരിക്കും ഈ കടന്നു പോകുന്നതെങ്കിൽ, ഹല്ലേലൂയ, അവരത് അറിയുന്നു പോലുമില്ല. അതറിയാതെ വണ്ണം, അവരത് അറിഞ്ഞാൽ തന്നെ അവർക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ അവർക്കൊരു ടെൻഷൻ വരും, ആൻസൈറ്റി ഉണ്ടാകും. അതുപോലും ഉണ്ടാകാതെ വണ്ണം കാവൽക്കാർ അവരെ കാക്കുക. ഹല്ലേലൂയ. അവരത് അറിയുന്ന പോലുമില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സമാധാനം അത് നമ്മളെ, ഹല്ലേലൂയ, ഈ നമ്മുടേതായ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. പീസ് ഓഫ് ഗോഡ് അത് നമ്മളെ ഗാർഡ് ചെയ്യും. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മൈൻഡിനെ നമ്മളെ ഗാർഡ് ചെയ്യും. നമ്മൾ, ഹല്ലേലൂയ, നമ്മൾക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ, നമ്മളത് അറിഞ്ഞാൽ നമ്മൾ വളരെ ഉത്കണ്ഠാകുലരായിത്തീരും. ആവശ്യമില്ലാത്തൊരു കാര്യമായിരിക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാത്തൊരു കാര്യമായിരിക്കാം, എങ്കിലും നാം ഉത്കണ്ഠാകുലരായിത്തീരും. എന്നാൽ അതുപോലെ നമ്മളെ അറിയിക്കാതെ, അഥവാ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ, ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയുമ്പോൾ സെക്യൂരിറ്റി ഗാർഡുകൾ വന്ന് ആ പ്രശ്നക്കാരെ മാറ്റിക്കളയുന്ന പോലെ
ഹാലേലുയ, നമ്മൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ ഹാലേലുയ ദൈവികമായ സമാധാനം മുഖാന്തരം അത് മാറ്റിക്കളഞ്ഞ് ആ ദൈവിക സമാധാനം നമുക്ക് എപ്പോഴും നിലനിർത്തുവാൻ കഴിയും. ഹാലേലുയ. അപ്പോൾ ഹാലേലുയ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹാലേലുയ. പീസ് ഓഫ് ഗോഡ് ഗാർഡ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഹാലേലുയ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ നാം അതിൽ വ്യാകുലരാകാതെ, ഹാലേലുയ, നാം പ്രയാസപ്പെട്ടിരിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് യാചനയാലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും. ഹാലേലുയ. ഈ വചനങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.